മോർണിംഗ് ഷോ അതിഥിയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രം ഫഹദും സുരാജും ഗംഭീരമായ പ്രകടനത്തിലൂടെ ഒപ്പം മറ്റ് താരങ്ങളെല്ലാം ഗംഭീരമായ അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ കയ്യടി വാങ്ങുന്ന ചിത്രമാണ്. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത സജീവ് പാഴൂർ എഴുതിയ ചിത്രം. ഈ സിനിമയിൽ ഒരു ശ്രദ്ധേയ വേഷം ചെയ്ത താരമാണ് ശ്രീ പ്രകാശ്. അദ്ദേഹമാണ് നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ അതിഥിയായി ചേരുന്ന. ശ്രീ പ്രകാശ്, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. വളരെ സന്തോഷം നിറഞ്ഞ അനുഭവമായിരിക്കും തീർച്ചയായും തൊണ്ടി മുതലും ദൃക്സാക്ഷിയും താങ്കൾക്ക് സമ്മാനിച്ചിരിക്കുക. സിനിമ കഴിഞ്ഞപ്പോൾ കിട്ടുന്ന സന്തോഷം എത്ര വലുതാണ്? കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. എന്തായാലും വലിയ സന്തോഷം കിട്ടിയിട്ടുണ്ടാവും ഈ സിനിമയുടെ റിലീസിന് ശേഷം. അത് എത്രത്തോളം വലുതാണ് താങ്കളെ സംബന്ധിച്ച്? ഇതിപ്പം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ് ഇത്. സന്തോഷം സെറ്റിൽ അനുഭവിച്ച ആ ഒരു ഷൂട്ടിംഗ് വേളയിൽ അനുഭവിച്ചത്, അത് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ ഉണ്ടായ ഇൻവോൾവ്മെൻറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു കലാപ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു അനുഭൂതി, അതിനെ സന്തോഷം എന്ന് പറയാമോ എനിക്കറിയില്ല. അത് വാക്കുകളിലൂടെ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ എല്ലാ സിനിമാ പ്രേക്ഷകർക്കും എല്ലാ ആസ്വാദകർക്കും അനുഭവിച്ചറിയാൻ പറ്റും. ആ ചിത്രം കാണാൻ മുതിർന്നാൽ അപ്പോഴേ അത് ഷെയറിങ് ശരിയാവുള്ളൂ. അതിനൊരു ലിമിറ്റ് വെച്ചിട്ട് ഇന്ന അളവിലുള്ള സന്തോഷം എനിക്കുണ്ടായി എന്ന് പറയാൻ വയ്യ. ഒരു ഡ്യൂട്ടി ചെയ്ത് തീർത്തു, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, നമ്മൾ കലാപരമായിട്ടുള്ള ഒരു ദൗത്യം ചെയ്ത് തീർത്തതിലുണ്ടാകുന്ന ഒരു കേവല പൂർണ്ണത അനുഭവപ്പെട്ടു. അതിൻ്റെ സാഫല്യമുണ്ട്. എന്തായാലും വലിയ വിജയമാകുമെന്ന് ഉറപ്പിച്ച് വലിയ പ്രേക്ഷക പിന്തുണ നേടിയാണ് ചിത്രം തിയേറ്ററുകളിൽ പുരോഗമിക്കുന്നത്. ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇത് കഥ പറച്ചിൽ, അതിൻ്റെ ആഖ്യാന രീതി, പ്രസൻറ്റേഷൻ രീതി വളരെ വ്യത്യസ്തമാണ്. മലയാള സിനിമയ്ക്ക് പുതുതാണ്. എന്നാൽ ലോക സിനിമകളിലൊക്കെ നിലനിന്ന് വരാവുന്നത് അതിൻ്റെ ഒരു അക്കാഡമിക് ഹയർ ലെവലിൽ നിലനിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ചിത്രം തുടങ്ങുന്നത് ഉർവശി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ ലോഗോ വെച്ചിട്ട് ഒരു നാടകം പ്രൊസീനിയം സ്റ്റേജിൽ, ഉത്സവപ്പറമ്പിൽ പ്രൊസീനിയം സ്റ്റേജിൽ ഒരു നാടകം ആരംഭിക്കുന്നിടത്തുനിന്ന് തുടങ്ങുന്നു. അപ്പം നാടകം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ചില റിയലിസ്റ്റിക് ആയാൽ പോലും ഒരു പ്രൊസീനിയം തിയേറ്ററിൽ കുറച്ച് അതിഭാവുകത്വത്തോട് കൂടിയിട്ടുള്ള റിയലിസത്തിന് കുറച്ച് ഒരു പൊലിവ് നൽകിയിട്ടുള്ള ഒരു സീനിൽ നിന്ന് ഇത് തുടങ്ങുന്നു. ഇത് അങ്ങനെ തുടങ്ങിയിട്ട് അത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് അവർ തിരക്കഥയിൽ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു മുഹൂർത്തം ഈ ഒരു മീഡിയയിൽ കൂടെ കാണിച്ച്, നാടകം എന്ന മാധ്യമത്തിൽ അതിഭാവത്വം വരുന്ന റിയലിസ്റ്റിക് രീതിയിലൂടെ കാണിച്ചിട്ട് അത് പതുക്കെ ജീവിതത്തിൻ്റെ കേവല യാഥാർത്ഥ്യങ്ങളിലേക്ക്, കായൽപ്പരപ്പും ഓളങ്ങളും പിന്നെ വൈക്കം ചേർത്തല ഭാഗത്ത് മണൽപ്പരിപ്പുകളിലേക്കൊക്കെ വന്ന് ആ പച്ചപ്പിലേക്കൊക്കെ വന്നിട്ട് അത് ആ ഒരു കേവല യാഥാർത്ഥ്യ തരത്തിൽ മുട്ടി അതിലൂടെ ഇതിൻ്റെ കഥാബീജം അല്ലെങ്കിൽ ആ കഥാവസ്തു വികസിച്ച് വിവിധ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ട് അതിൻ്റെ പരിണത ഫലമായിട്ട് വരുന്നത് ഇപ്പോൾ ഈ കാസർഗോഡ് വെച്ചിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനും മാലമോഷണം പോകുന്ന പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു അവിടെ വരുമ്പോൾ റിയലിസം അതിൻ്റെ സൂക്ഷ്മവും തനതുമായിട്ടുള്ള രീതിയിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ എൻഡിലേക്ക് പോകുമ്പോൾ ഒരു ന്യൂ റിയലിസത്തിൻ്റെയോ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ വരാവുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഷോട്ടിൽ നാച്ചുറലായിട്ട് നമ്മളുടെ പ്രായോഗിക പ്രതിദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഷോട്ടിൽ വന്നിട്ട് അവസാനിപ്പിക്കുന്നു. മഹാനായ നടൻ എന്ന് പറയട്ടെ ഫഹദ് ഫാസിൽ, വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ആക്ടർ. അയാൾ ഫ്രീ ആയിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ, തെരുവിലൂടെ, ജനതയുടമായിട്ടുള്ള വീതിയിലൂടെ ഫ്രീ ആയി നടന്നു പോകുന്ന ഒരു ഇതിലാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കും അതിഭാവത്വത്തിൽ നിന്ന് തുടങ്ങി അത് ഒരു കേവല യാഥാർത്ഥ്യ സന്ദർഭങ്ങളിലൂടെ വികസിച്ച് അതിൻ്റെ ക്രൈസിസ്, ആ പരിണതഫലമായിട്ടുണ്ടാകുന്ന ക്രൈസിസ്, അവിടെ നമുക്ക് പോലീസ് സ്റ്റേഷൻ തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടിട്ടുള്ള കള്ളൻ ചാടിപ്പോകുന്നു, തൊണ്ടി മുതലും ജീവനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളൻ ചാടിപ്പോകുന്നു, തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ പുറകെ പായുന്നു,
കെട്ടുതാലിയും സ്വന്തം ഈ ആകെ കൂടി ആശ്രയിച്ച് നിൽക്കാവുന്ന താലിമാല അതിൻ്റെ പുറകെ അത് നേടിയെടുക്കാനായിട്ട് അതിൻ്റെ ഉടമസ്ഥൻ പായുന്നു. ഇങ്ങനെ ഒരു ആ ഘട്ടത്തിലേക്കും സിനിമ എത്തുമ്പോഴേക്കും ഒരു കുറസോവോ ഫിലിമിൻ്റെ ഒക്കെ ഒരു ഫോഴ്സാണ് പടത്തിനുണ്ടാകുന്നത്. 3 ആംഗിളിലേക്ക് ഇത് ഈ സ്റ്റേജിൽ നിന്നുള്ള ഒരു സീനിൽ കൂടെ വളർന്നു പോയിട്ട് ഇവരുടെ ജീവിത സന്ദർഭങ്ങളിലൂടെ വളർന്നു പോയിട്ട് അത് പിന്നെ കാസർഗോഡ് ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴേക്കും ആ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അത് 3ആയിട്ട് തിരിഞ്ഞു പോകും. 3ആയിട്ട് തിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ശ്രീജിം ഭർത്താവിൻ്റെയും ഈ മുതൽ നഷ്ടപ്പെട്ടവരുടെ, മറ്റത് അത് അന്വേഷിക്കുന്ന പോലീസ് വിഭാഗത്തിൻ്റെ, വേറൊന്ന് അത് മോഷ്ടിച്ചെടുത്ത ഈ ഫഹദ് ഫാസിലെ പ്രദാനം ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ, ഇവരുടെ 3 പേരുടെയും ഒരു മരണപ്പാച്ചിലാണ്. ഇവരുടെ 3 പേരുടെയും കൈവിട്ടു പോയിട്ടുള്ള വസ്തു തിരിച്ചു പിടിക്കാനുള്ള ഒരു പാച്ചിലാണ്. ആ മരണപ്പാച്ചിൽ എന്ന് തന്നെ പറയാം. ആ ഒരു ഭാഗങ്ങൾ കാടും ഒരു ഡാമിൻ്റെയൊക്കെ ഭാഗമാണെന്ന് തോന്നുന്നു. അവിടെ അത് രാജീവ് രവി പിക്ചറൈസ് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഞാൻ പണ്ടൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ളതും ചെറുതായിട്ട് കണ്ടിട്ടുള്ള ഈ കുറസോവോ ഫിലിമുകൾക്കുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. അത് നമുക്കവിടെ അനുഭവിക്കാൻ പറ്റും. എന്നിട്ട് ഈ വക മായാജാലങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞ സംവിധായകൻ കേരളത്തിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ പൾസും തുടിപ്പും അതിൽ അവശേഷിപ്പിക്കുന്നു. ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടോ ഒരു നർമ്മത്തോട് കൂടിയിട്ടോ അങ്ങനെ റിലാക്സാക്കി അത് അവസാനിപ്പിച്ച് വയ്ക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ളൊരു ആഖ്യാന രീതി മലയാള സിനിമയിൽ ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് ഒരു അന്തർദേശീയ നിലവാരം തന്നെയുണ്ട് ആസ്വാദക സമൂഹത്തിൽ. തന്നെയല്ല, കാണാൻ വരുന്ന ഓരോ ഓഡിയൻസിനും അവൻ്റെ ജീവിതത്തിലെ, അത് കൊച്ചായാലും ശരി, മുതിർന്നവരായാലും ശരി, പ്രായമായ ആളുകളായാലും ശരി, അവരുടെയൊക്കെ ജീവിതത്തിലത്തെ ഒരു തുടിപ്പ്, ഒരു സ്പന്ദനം, ഒരു മുഹൂർത്തത്തും അതിൽ അനുഭവിക്കാതെ ആ പടം കണ്ട് തിരിച്ചിറങ്ങാൻ പറ്റില്ല. അത്രയും ഉദാത്തമായിട്ടുള്ളൊരു സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാൻ ഒരു ആവേശം കാണിക്കുന്നത്. ക്ഷമിക്കണം, സന്തോഷവും വ്യക്തമാണ്. അങ്ങനെയാണ് ഈ സിനിമയെ സംബന്ധിച്ച് ഒരുപാട് കാലത്തെ അനുഭവം സിനിമയിലുള്ള ആളാണ്. ഇത് പുതിയ ആളുകൾക്കൊപ്പം ജോലി ചെയ്യുന്നത് കേട്ടിട്ടുള്ളത്. റിഹേഴ്സൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ സീനും റിഹേഴ്സൽ ചെയ്യുകയാണ്. അതിൽ ഏറ്റവും മികച്ച റിഹേഴ്സൽ ഏതാണെന്ന് വെച്ചാൽ അതാണ് ഫൈനൽ ഷോട്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. എങ്ങനെയായിരുന്നു ഈ ചിത്രീകരണ രീതികൾ? പഴയ ചേട്ടൻ പരിചയിച്ച സംവിധായകരിൽ നിന്നും അല്ലെങ്കിൽ പരിചരിച്ച ആ ഒരു സംഘത്തിൽ നിന്നും ഈ പുതു സംഘത്തിൻ്റെ ഒരു വ്യത്യസ്തത? സുഹൃത്തെ, ഇതൊരു സിനിമ, ഒരു നോക്കൂ, കല നമ്മളുടെ ജീവിതത്തിലെ എല്ലാവരുടെ ജീവിതത്തിലും, പ്രത്യേകിച്ച് ഭാരതീയ ലോകത്തിലെല്ലാവരും മനുഷ്യരുണ്ട്, പക്ഷേ ഭാരതീയ സംസ്കൃതിയിൽ കല ജീവിതത്തിനോടൊപ്പം ഇഴകിച്ചേർന്ന് അവൻ്റെ എല്ലാ ദൈനംദിന അനുഷ്ഠാനങ്ങളിലും ഇഴകിച്ചേർന്ന് നിൽക്കുന്നൊരു സംഭവമാണ്. കല അതിൽ നിന്ന് ജീവിതത്തിൻ്റെ ഒരു പോർഷനായിട്ട് കല വേറെ ജീവിതം വേറെ എന്ന് വേർപ്പെടുത്താൻ പറ്റില്ല. അത് ഏത് വിഭാഗം ആളുകളായാലും ഭാരതത്തിൻ്റെ ഒരു കൾച്ചർ, ഒരു ട്രഡീഷൻ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അങ്ങനെയാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ഈ സിനിമ എന്ന മാധ്യമത്തിലൂടെ സംവിധായകനോ കഥാകൃത്തവും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫറും അതിൻ്റെ സിനിമാട്ടോഗ്രാഫറോ കൂടിയിട്ട് അവരുടെ അത് അവരുടെയാണല്ലോ ഈ മീഡിയ ഒരിക്കലും നടൻ്റെ മീഡിയ ആണെന്ന് ഞാൻ പറയില്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവരുടെ ആ മീഡിയയിലൂടെ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്ന, അവരുടെ ഉള്ളിലേക്ക് പോയിട്ട് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്ന, അവരന്വേഷിച്ചിറങ്ങുന്ന അവരുടെ ഒരു ആത്മാവിഷ്കാരം, അവർ കണ്ടെത്താൻ ശ്രമിക്കുന്ന കാര്യം ബഹുജനങ്ങളുടെ മുമ്പിൽ കലാരൂപത്തിൽ അവതരിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടന്നത്. അതിന് എനിക്ക് ഷൂട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ല. അത് ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത് കേട്ടോ. അതിനെ ഷൂട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വളരെ വിനയപൂർവ്വം എനിക്കറിയാവുന്ന മലയാള പദങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ പറയുകയാണ്. കാരണം വളരെ ചാരിതാർത്ഥ്യമുണ്ട്. പഴയകാല പ്രവർത്തകർ ആത്മാർത്ഥതയുള്ളവരുണ്ടായിരിക്കും, പക്ഷേ പഴയകാല പ്രവർത്തകരുടെ സങ്കല്പത്തിൽ നിന്നൊക്കെ എത്രയോ മാറിയിരിക്കുന്നു ഈ കാലഘട്ടത്തിലത്തെ ചെറുപ്പക്കാരുടെ സംരംഭങ്ങൾ. അവർക്ക് അതിൻ്റെ എല്ലാ തലത്തിലുള്ള ക്രിയേറ്റീവ് സൈഡിലായാലും ടെക്നിക്കൽ സൈഡിലായാലും അതിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പിലായാലും ക്രിയേഷൻ സൈഡിലായാലും നല്ല അറിവാണ് അവർക്ക്. അവർ നന്നായി പഠിച്ചിരിക്കുന്നു, അവർ നന്നായി കണ്ടിരിക്കുന്നു. അവർക്ക് എങ്ങനെയാണ് അവരുടെ ഉള്ളിലുള്ള കാര്യം അല്ലെങ്കിൽ ആ ബീജം ഏത് മീഡിയയിലൂടെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അത് സിനിമയിൽ മാത്രമൊന്നുമല്ല, ചിത്രകല എടുത്താലും ശില്പകല എടുത്താലും എഴുത്തുകൾ എടുത്താലും ഇപ്പോഴത്തെ സാഹിത്യ കൃതികൾ എടുത്താലും എല്ലാത്തിലും അവർക്കത് അറിയാം.
അവരൊരു നിറവാണ്, അവർക്ക് അതിൻ്റെ ഒരു നിറവുണ്ട്, അതിൻ്റെ ഒരു തീവ്രതയും അവർ കോംപ്രമൈസ് ഇല്ല, അൺകോംപ്രമൈസ്ഡാണ്. ഒരു പക്ഷേ കഴിഞ്ഞ തലമുറ അവരോട് കാണിച്ചിട്ടുള്ള ഒരു സത്യസന്ധമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ പ്രതിക്രിയകളെ കൊണ്ടോ ഒക്കെ ആയിരിക്കാം കുട്ടികൾ ഇങ്ങനെ ഇത്രയും കാര്യക്ഷമതയോട് കൂടിയിട്ട് അവർക്ക് സീരിയസ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഭാഗഭാക്കാവാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ പ്രായമുള്ള ഒരാൾക്ക് അത് വലിയൊരു സന്തോഷമല്ലേ. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം കഴിഞ്ഞ നാൾ തൊട്ട് ദിലീഷ് പോത്തൻ എന്ന സംവിധായകനെക്കുറിച്ച് പറയുമ്പോൾ ആ സിനിമയുടെ ഭാഗമായവർക്കും സിനിമാ മേഖലയുടെ ഭാഗമായവർക്കും എല്ലാം 100 നാവാണ്. ആ ഒരു സംവിധായകൻ പ്രകാശനാണെങ്കിൽ ഇപ്പോൾ പഴയ തലമുറയിലെ മലയാളത്തിൻ്റെ സുവർണ്ണകാലം എന്ന് പറയപ്പെടുന്ന തലമുറയിലെ മഹാന്മാരായ സംവിധായകരോടൊപ്പം എല്ലാം വർക്ക് ചെയ്ത ഒരാളാണ്. എങ്ങനെയാണ് ദിലീഷ് പോത്തൻ എന്ന സംവിധായകനെ വിലയിരുത്തുന്നത്? ലാസ്റ്റ് എന്താ പറഞ്ഞു ചോദിച്ചത്? എങ്ങനെയാണ് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ഒരാളെ, ഒരു സംവിധായകനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സംവിധായകനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതെ, എന്താണ് ചോദിച്ചത്? അതെ അതെ പറയണം. എന്താ ചോദിച്ചത്? എന്താണ് പഴയകാല സംവിധായകരിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറയ്ക്ക് വളരെ തീവ്രമായ അനുഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ അത്രത്തോളം പഠിച്ചിട്ടാണ് സിനിമ എടുക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഈ ദിലീഷ് പോത്തൻ എന്ന സംവിധായകനെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെ വ്യത്യസ്തമാകുന്നു അദ്ദേഹം മറ്റ് പഴയകാല സംവിധായകരിൽ നിന്ന്? ഈ നമുക്ക് സിനിമയിലേക്ക് പോകണ്ട. നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരാളുടെ ശ്വാസത്തിൽ നിന്ന്, അയാളുടെ ചലനത്തിൽ നിന്ന്, അയാളുടെ ക്രയവിക്രയങ്ങൾ, അയാളുടെ പെരുമാറ്റ രീതികളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വെർബലായിട്ട് ചോദിച്ചിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ തരുന്നതിലൂടെ അല്ലാതെ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ അവരുടെ ഇൻറ്റൻഷൻ നമുക്ക് പിടികിട്ടുന്നത് അവരുടെ ടോട്ടാലിറ്റി എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് അദ്ദേഹം വളരെ കൂളായിട്ട് ഒരു കൈലിമുണ്ടൊക്കെ എടുത്ത്, ചിലപ്പോൾ അടിവസ്ത്രമൊക്കെ പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ ഒരു കൈലിമുണ്ടൊക്കെ എടുത്ത് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ രീതിയിലോ, ഇല്ലെങ്കിൽ വളരെ അന്തസംഘർഷം അനുഭവിക്കുന്ന ഒരു കലാകാരൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ, അതൊന്നുമില്ല. ഒരു നുണക്കുഴിയുള്ള കൗളും വെച്ച് വളരെ ചിരിച്ച് എല്ലാവരോടും ഒന്നും സംഭവിക്കാത്ത പോലെ ഏതോ ഒരു ചെന്നെത്തപ്പെടേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദയാത്രയൊക്കെ പോയിട്ട് എത്തുന്ന സ്ഥലത്ത് എത്തി പെരുമാറുന്ന പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സാധനം അദ്ദേഹത്തിൻ്റെ പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ആ ഒരു ഞാൻ ഏത് കണ്ണുകൊണ്ട് കാണുന്ന എനിക്കറിയില്ല, പക്ഷേ ആ ഡെഡിക്കേഷൻ അത് നമുക്ക് മനസ്സിലാവുന്നത് അവരിതിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയിട്ട് പൊന്തി വരുന്ന ആ ഒരു സെക്കൻഡിലാണ് എനിക്കത് മനസ്സിലാവുന്നത്. അവരുടെ സെറ്റിൽ പോയാൽ ഒരു ബുദ്ധിജീവി നാട്യമോ അല്ലെങ്കിൽ വളരെ കൊമേഴ്സ്യലായിട്ടുള്ള എക്സിബിഷനിസ്റ്റ് രീതികളോ ഒന്നുമില്ല. അവരുടെ ക്രൂ ഇപ്പം ഈ ചലച്ചിത്ര ഭാഷയിൽ അദ്ദേഹം നടന്മാരെ ഞാൻ പറഞ്ഞല്ലോ, നടന്മാരുടെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നൊരു സംഭവമല്ലല്ലോ അത്. ഇതിൽ അദ്ദേഹം ആ മ്യൂസിക് ബിജുബാലൻ്റെ ഉപയോഗിച്ചുള്ള കാരണം നിശബ്ദതയെ സംഗീതമാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഈ പടം കണ്ടാൽ മനസ്സിലാക്കും. നിശബ്ദമായിട്ടുള്ളതിനെ സംഗീതമാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ആ കാട്ടിലൂടെയൊക്കെയുള്ള പാച്ചലിൻ്റെ സമയത്ത് ഭയങ്കര അതിവേഗമായിട്ടുള്ള ക്യാമറ മൂമെൻറ്റ്സും സംഭവങ്ങളും വെച്ച് ഇവരുടെ കള്ളൻ പോലീസുകാരിൽ നിന്നും തൊണ്ടി മുതൽ ഉടമസ്ഥനിൽ നിന്നും അപ്പോൾ വന്നു ചേർന്ന നാട്ടുകാരിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനുള്ള ഒരു ഓട്ടമുണ്ട്. അതിൻ്റെ പിന്നാലെ ഇവരുടെ പാച്ചലുണ്ട്. അത് വെറുതെ ഇയാളെ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലൊരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. കാരണം ഇതിലുപയോഗിച്ചിട്ടുള്ള സംഗീതം പോലെ തന്നെ വാക്കുകൾ, വരികൾ ഒക്കെ ധ്വനിപ്രധാനമാണ്. കവിതയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ധ്വനിപ്രധാനമാണ്. ഒരു വാക്ക് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു അധ്യായം അതിൻ്റെ പുറകിൽ നമുക്ക് കേൾക്കാതെ കാണാതെ വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഉദാഹരണത്തിന് ഇയാളെ ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിലോ മറ്റോ ഹാജരാക്കുന്ന ഭാഗത്ത് വീടിൻ്റെ ഉമ്മറത്തിരുന്നൊരു കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരുടെ. അപ്പം പോലീസുകാരൻ പതുക്കെ അടുത്ത ആളോട് പറയും, ചെക്കൻ നല്ല വെട്ടാണല്ലോ, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, നല്ല വെട്ടാണെന്നോ നല്ല കീറാണല്ലോ എന്ന് വെച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു പദം പ്രയോഗിക്കാം. ഉടനെ ഈ നായകൻ ഒന്ന് പതുക്കെ കണ്ണ് വെട്ടിച്ചിട്ട്
തിരിഞ്ഞിട്ട് അയാൾ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച ഒരു മോഡലാണ്. അപ്പോൾ അയാൾ പറയുന്നത് കളിയാക്കാതെ സാറേ, പിന്നെ ഈ പ്രായത്തിലൊക്കെ നല്ല വിശപ്പായിരിക്കും. ഇതുകൊണ്ട് ഇയാളുടെ ഭൂതകാലത്തിലത്തെ മുഴുവൻ സംഭവങ്ങളോട് റിവീലാവണം. അതുപോലെ ക്വസ്റ്റ്യൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സാധാരണ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ 1-2 ക്വസ്റ്റ്യനിൽ നീ എന്തിന് നാട് വിട്ടു, നിനക്ക് നിൻ്റെ വീട് അവിടെ പറയാൻ കൃത്യമായിട്ടുള്ള അഡ്രസ്സില്ല, അച്ഛനമ്മമാർ മരിച്ചുപോയി, പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ മറ്റോ ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ എന്തിനാ നീ നാട് വിട്ടത്? വലിയ നടൻ വളരെ ചിരിച്ച് പറയണ ഒരു രസത്തിന് നാട് വിട്ടു. ഇത്രയും സംഭവങ്ങളെ കൊണ്ട് തന്നെ ഒരു 100 പേജ് എഴുതി വയ്ക്കാവുന്ന ഒരു പ്രീ ഹിസ്റ്ററി അവിടെ റിവീലാവണം. ധ്വനിപ്രധാനമായിട്ടുള്ള വാക്കുകൾ, ധ്വനിപ്രധാനമായിട്ടുള്ള വിഷ്വൽസ്, ധ്വനിപ്രധാനമായിട്ടുള്ള സീനുകൾ, അതിമനോഹരമാണ് ഈ സിനിമ അവർ ആഖ്യാനം ചെയ്ത രീതി. ഞാൻ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോഴാണ് വന്നത്. അതിമനോഹരമാണ്. ഒരുപാട് പറയാതെ പറയാ, താങ്കളുടെ വാക്കുകളിലും കാണിക്കാതെ നമ്മളെ കാണാൻ അനുവദിക്കുക. താങ്കളുടെ സിനിമയെ താങ്കൾ അനുഭവിച്ച സന്തോഷം എന്തായാലും വാക്കുകളിലും വ്യക്തമാണ്. അത് പ്രേക്ഷകർക്കും കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. തിയേറ്ററുകളിൽ ആൾ കൂടുന്നതിൻ്റെ കാരണവും ആ സിനിമ നൽകുന്ന സന്തോഷം തന്നെയാണ്. എന്തായാലും താങ്കളെ ഒരുപാട് കാലത്തിന് ശേഷം നല്ല വേറിട്ടൊരു വേഷത്തിൽ കാണാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. അത്തരം കഥാപാത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. വളരെ നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയാൽ. നന്ദി.